അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെൻഡറിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു വീഡിയോ ബ്ലെൻഡറിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു MP4 വീഡിയോ എടുത്ത് ഇതിനകത്തിട്ട് എങ്ങനെ അത് പ്ലേ ചെയ്ത് എങ്ങനെ നമുക്കത് എക്സ്പോർട്ട് ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മളുള്ള അതിൻ്റെ ലൈറ്റ്, ക്യൂബ്, ക്യാമറ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം പാഡിൽ നമ്പർ 7 ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. ഇപ്പം കറക്റ്റ് ടോപ്പ് വ്യൂ ആണ്. നമുക്കിതിനകത്ത് ഇനി എന്ത് വേണേൽ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇമേജ് മെഷ് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതുപോലൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമോ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫയൽ കൊടുത്താൽ അത് ഓപ്പൺ ആവും. ഇപ്പം നമുക്കിത് കാണാൻ കഴിയില്ല, കാരണം അത് കിടക്കുന്ന മോഡ് സോളിഡ് മോഡാണ്. അത് റെൻഡർ വ്യൂയിലോട്ട് മാറ്റുമ്പോഴോ നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനഫ് ലൈറ്റ് ഇല്ല. അതിന് ഷിഫ്റ്റ് ലൈറ്റ്, ഏരിയ ലൈറ്റ് കൊടുക്കുക. ആ ലൈറ്റും കാണാൻ പറ്റുന്നതിൻ്റെ കാരണം അത് ഇരിക്കുന്ന പൊസിഷൻ ഇസഡ് ലെവലിന് താഴെയാണ്. GA ഞെക്കിയിട്ട് ഇസഡ് ഞെക്കുക ലൈറ്റിൽ. അപ്പോൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഏരിയ ഇച്ചിരി റഫായിട്ട് കാണാൻ വേണ്ടി SA ഞെക്കിയത് സ്കെയിൽ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ലൈറ്റ് ഇച്ചിരി വലുതായിട്ട് കാണാൻ പറ്റിയത്. ഓക്കെ, ഇപ്പോൾ ഈ ലൈറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇനി നമ്മൾ ഇപ്പം താഴെ കണ്ടോ പ്ലേ ഹെഡ്. ആ പ്ലേ ഹെഡ് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അത് സ്ക്രോൾ മുകളിലോട്ട് ചെയ്താൽ മതി. ആ പ്ലേ ഹെഡിൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതിങ്ങനെ പ്ലേ ആവും. പ്ലേ ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ആ വീഡിയോ ഫസ്റ്റ് ഫ്രെയിം തൊട്ട് പ്ലേ ആയിക്കോളൂ. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 40th ഫ്രെയിമിന് ശേഷം ഈ വീഡിയോ പ്ലേ ആയി തുടങ്ങിയാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ആ വീഡിയോ ക്ലിക്ക് ചെയ്യാവുന്ന. അതിനുശേഷം മണ്ടയ്ക്ക് ഷെയ്ഡിങ് ഓപ്ഷനിൽ പോവുക. അതിനകത്ത് കണ്ടോ കിടക്കുന്നുണ്ടോ 3. അതിൻ്റെ BSDF ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത ഇമേജിൻ്റെ ടെക്സ്ചറും ഉണ്ട്. ആ ടെക്സ്ചറിൻ്റെ താഴെ നമുക്കൊരു സ്റ്റാർട്ട് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. സ്റ്റാർട്ട് ഫ്രെയിം. ആ സ്റ്റാർട്ട് ഫ്രെയിമിലാണ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ 40 ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 40th ഫ്രെയിമിൽ സ്റ്റാർട്ട് ചെയ്യും. 50 ആയെങ്കിൽ 50s. അപ്പം നമുക്കത് ഇഷ്ടമുള്ള ടൈമിൽ സെറ്റ് ചെയ്യാം. എനിക്ക് ബേസിക് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാൻ വന്നതിൽ ബുദ്ധിമുട്ടുകളിൽ ഒന്നായിരുന്നു ഇത്. എങ്ങനെ എനിക്ക് 40-ലാക്കാം. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്താണ് എനിക്ക് അങ്ങനെ അത് കണ്ടുപിടിച്ചത്. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുമ്പം എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സെറ്റ് വാല്യൂസ് സെറ്റ് ചെയ്തിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാൻ. വാല്യൂസ് മീൻസ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പക്കയായിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് MP4 ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. 2 ഫോർമാറ്റിൽ നോർമലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് PNG, ഒന്ന് MP4. PNGയിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PNG ഒരു സീക്വൻസ്, ഇപ്പോൾ ഓരോ ഫ്രെയിമിനും ഓരോ ഫോട്ടോസ് ആയിട്ട് PNGയിൽ നമുക്ക് കിട്ടും. ആ ഫോട്ടോസ് എല്ലാം നമ്മളൊരു വീഡിയോ എഡിറ്ററിൽ കൊണ്ടിട്ടല്ല, ഇതിൽ തന്നെ ബ്ലെൻഡറിലും വീഡിയോ എഡിറ്റിംഗ് പറ്റും. അതിനകത്ത് നമുക്ക് അത് ആ ഫോട്ടോ സീക്വൻസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത പാട്ടൊക്കെ ഇട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഇറക്കാം. അതൊരു ഓപ്ഷനാണ്. ഇപ്പം കാണുന്ന ഓപ്ഷൻ കണ്ടോ, ഫസ്റ്റിലത്തെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആ PNG എന്നുള്ളത് FFmpegയിലോട്ട് മാറ്റുക. കളർ ഓപ്ഷനിൽ ഓവർറൈഡ് ഞെക്കിയതിന് ശേഷം അത് തൊട്ട് താഴത്തെ ഓപ്ഷനിൽ നമ്മളത് സ്റ്റാൻഡേർഡ് ആക്കുക. അതിനുശേഷം എൻകോഡിങ്ങിൽ പോയി ഇപ്പം കിടക്കുന്നത് മാറ്റിയിട്ട് MPG4 എന്നുള്ള ഫോമാറ്റിലിടുക. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മണ്ടയ്ക്ക് റെൻഡറിൽ പോയി റെൻഡർ ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഫ്രെയിം എക്സ്പോർട്ട് ചെയ്യണേലാണ് റെൻഡർ ഇമേജ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഒരു ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റെൻഡർ ആനിമേഷനോ റെൻഡർ ഇമേജോ കൊടുക്കാൻ പറ്റൂ. അതിന് സെയിം പരിപാടി. ജസ്റ്റ് ക്ലിക്ക് ക്യാമറ ആഡ് ചെയ്യുക, ക്യാമറ വേണ്ട പൊസിഷനിൽ വെക്കുക, റെൻഡർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്,